കുമ്മനം രാജശേഖരൻ, സുരേഷ് ഗോപി, കെ സുരേന്ദ്രൻ ഈ മൂന്ന് പേരിലുമായിരുന്നു ബി.ജെ.പിയുടെ ഏക പ്രതീക്ഷ. പക്ഷേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ഇറക്കി കളിക്കാൻ ശ്രമിച്ച ബി.ജെ.പിക്കാവട്ടെ ഗോപി 8ന്റെ പണിയും നൽകി. അത് മാത്രമല്ല, തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണെന്ന് പറയുന്ന ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വലിയ ട്രോളുകളായി മാറി. അതോടൊപ്പം സുരേഷ് ഗോപിയുടെ കൊട്ടിക്കലാശത്തിലെ ഡാൻസും വലിയ ട്രോളുകൾക്ക് ഇടയാക്കുകയും ചെയ്തു. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് വേണ്ട ഈ ഗോപിയെ എന്ന് അവർ തന്നെ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഗോപി തന്നെ കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന് വേണം പറയാൻ. എല്ലാം കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കൊച്ചിയിൽ സംഘപരിവാർ യോഗം ചേർന്നിരുന്നു, സംഘപരിവാർ സംഘടനകൾ. ആ യോഗത്തിൽ സുരേഷ് ഗോപി 8 നിലയിൽ പൊട്ടുമെന്ന് അവർ തന്നെ തീരുമാനിച്ചിരുന്നു. പൊതുജനങ്ങൾക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ്. എന്നാലും പ്രതീക്ഷ വെച്ച് പുലർത്തിയ ബി.ജെ.പിയുടെ RSSന്റെ പ്രവർത്തകർക്കൊക്കെ 8ന്റെ പണിയായിരുന്നു കൊച്ചിയിലെ സംഘപരിവാർ യോഗം നൽകിയത്. അത് കഴിഞ്ഞ് കെ സുരേന്ദ്രനിലേക്ക് എത്തിക്കഴിഞ്ഞാലോ, കെ സുരേന്ദ്രൻ ഇതിനിടയിൽ ഒരു FB പോസ്റ്റ് നിക്ഷേപിച്ചിരുന്നു. ആ FB പോസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു: വിജയത്തിലും പരാജയത്തിലും ഒരേപോലെ കാണുന്നവരാണ് യഥാർത്ഥ പാർട്ടി പ്രവർത്തകർ എന്ന രീതിയിലായിരുന്നു കെ സുരേന്ദ്രന്റെ FB പോസ്റ്റ്. പരാജയത്തെയും വിജയത്തെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ആളാണ് താനെന്ന് കെ സുരേന്ദ്രൻ ആ FB പോസ്റ്റിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ആ പോസ്റ്റ് തന്നെ ധാരാളമാണ്. പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് ആ FB പോസ്റ്റ്. കുമ്മനം രാജശേഖരനാവട്ടെ, കുമ്മനം രാജശേഖരന് തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ, അതായത് പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് മുൻപ് വരെ വലിയ ആത്മവിശ്വാസമായിരുന്നു. എന്നാൽ പോളിംഗ് ബൂത്തിലെ വോട്ടർമാർ എത്തി അവരുടെ വിധി നിർണയം വോട്ട് ചെയ്തതിന് ശേഷം, പുറത്തു വന്നതിന് ശേഷം പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ കണ്ട് ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ നേതാക്കളൊക്കെ ഞെട്ടിപ്പോയി. കുമ്മനം രാജശേഖരന് വലിയ തലവേദന വന്നുപോയി. കുമ്മനം രാജശേഖരന് കാര്യങ്ങൾ മനസ്സിലായി. അതായത് നേമത്തും വട്ടിയൂർക്കാവും ഒഴികെ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ലഭ്യമാകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ന്യൂനപക്ഷ മേഖലകളിലെ വോട്ടിംഗ് ശതമാനത്തിന്റെ വർധനവ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് തിരുവനന്തപുരത്ത് വിളിച്ചോതുന്നതെന്ന കാര്യത്തിലും ഏകദേശം തീരുമാനമായതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ 3 പേരും പരാജയം സമ്മതിച്ച് മുന്നോട്ട് വന്നു. കുമ്മനം രാജശേഖരനാവട്ടെ അവസാന ഘട്ടത്തിൽ കടന്നു വന്ന ഒരു രീതി തന്നെ വ്യത്യസ്തമാണ്. ആദ്യം തിരുവനന്തപുരത്ത് ക്രോസിംഗ് വോട്ടുകൾ നടക്കില്ല എന്ന് പറഞ്ഞ കുമ്മനം രാജശേഖരൻ അവസാന ഘട്ടത്തിൽ പറയുന്നു, ഇടതുപക്ഷം ഇവിടെ UDFന് വേണ്ടിയിട്ട് വോട്ട് മറച്ചു കൊടുത്തു, തരൂരിന് വേണ്ടി വോട്ട് മറച്ചു കൊടുത്തു എന്നുള്ള ഒരു വലിയ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നു. അങ്ങനെ ഈ 3 പേരും അവർ പരാജയപ്പെടുമെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്കൊന്നും ഇവരുടെ കാര്യത്തിൽ വലിയ ഒരു ആശങ്കയുടെ കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ബി.ജെ.പി പ്രതീക്ഷ വെച്ച 3 പേരുടെയും അവസ്ഥ കട്ടപ്പുകയാണെന്ന് ഓർക്കുമ്പോൾ ചെറിയ വിഷമം പ്രവർത്തകർക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.